വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഇടക്കാല സ്റ്റേ ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടലാക്കിനുള്ള താക്കീതും ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രത്യാശ പകരുന്നതുമാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് എളുപ്പത്തിൽ ഈ കോൺഗ്രസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള മുൻപിടിക്കുന്ന മറ്റുദാഹരണം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ തർക്കം ഉണ്ടായിരുന്നില്ല, ആർക്കും തർക്കമില്ല. കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് തർക്കമില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് പറയാം, ഗവൺമെൻറ് സർക്കാരിനെ കൊണ്ടുള്ള കാര്യം ഏറ്റവും വലിയ കയ്യേറ്റക്കാർ സർക്കാർ സർക്കാർ ഓഫീസുകൾക്കാരും പ്രവർത്തിക്കുന്നില്ല. പാർലമെന്റിലും പുറത്തും മുസ്ലിം ലീഗും ഇന്ത്യ മുന്നണിയും ഉയർത്തിയ വാദങ്ങൾ വ്യക്തതയുള്ളതായിരുന്നു എന്നത് കോടതി വിധി അടിവരയിട്ടു. മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് വഖഫ് തട്ടിയെടുക്കാനുള്ള ഭരണകൂട ഗൂഢാലോചനയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. പരമോന്നത കോടതിക്ക് ഇത് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. വഖഫ് ചെയ്യുന്ന വ്യക്തി 5 വർഷം ഇസ്ലാം മതം ആചരിക്കുന്നതായി തെളിഞ്ഞില്ലെങ്കിൽ വഖഫ് അസാധുവാകുമെന്നതുൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും സാമാന്യ ബുദ്ധിക്കും നിരക്കാത്ത നിയമം ചുട്ടെടുത്തപ്പോൾ തന്നെ കോടതിയിൽ ഇതിന് നിലനിൽക്കില്ലെന്നും ഉറപ്പായിരുന്നു. വഖഫ് ബോർഡിനെ തന്നെ അപ്രസക്തമാക്കി അതിന്റെ സ്വത്തുക്കളുടെ റവന്യൂ രേഖകളിൽ അവകാശങ്ങൾ നിർണ്ണയിക്കാൻ ജില്ലാ കളക്ടറെ അനുവദിക്കുന്നതുൾപ്പെടെ സ്റ്റേ ചെയ്തത് മുസ്ലിം ലീഗ് ഉന്നയിച്ച മർമ്മപ്രധാന വിഷയങ്ങളെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇസ്ലാം മതകർമ്മങ്ങളിൽ അധിഷ്ഠിതമായ വഖഫ് കൈകാര്യം ചെയ്യുന്ന സമിതിയിൽ ഇതര വിഭാഗങ്ങൾ ഉണ്ടാവണമെന്ന് പിടിവാശി പിടിച്ചവരെ കോടതി മുഖവിലക്കെടുത്തില്ല. വഖഫ് ബോർഡ് എക്സ് ഒഫീഷ്യോ ഓഫീസർ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളയാളായിരിക്കണമെന്നും വഖഫ് ബോർഡുകളിലെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചത് വലിയ വിജയം തന്നെയാണ്. വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യപ്പെട്ട ഹീന കരിനിയമങ്ങളെല്ലാം തൽക്കാലം സ്റ്റേ ചെയ്ത കോടതി വിധി ഇന്ത്യൻ ഭരണഘടനയിലും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. അന്തിമ വിധിയിലും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ജനാധിപത്യ പോരാട്ടത്തിന് ഊർജം പകരുന്ന കോടതി വിധി ഇക്കാര്യത്തിൽ കൂടെ നിന്ന എല്ലാ മതേതര കക്ഷികൾക്കുമുള്ള അംഗീകാരമാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.